ഹായ് ഫ്രണ്ട്സ്, ഡിയർ എവറിത്തിങ് ഹോം മെയ്ഡിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളായി ഞങ്ങൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാതിരുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിരട്ട വെച്ചിട്ടുള്ള ഒരു പാവക്കുട്ടീനെയാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളൊരു ചിരട്ട വെച്ചിട്ടുള്ള ബോട്ടിലായിട്ട് ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. അതിൽ ചെയ്ത ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ഈ ചിരട്ടേനെ പോളിഷ് ചെയ്ത് ഫുൾ അതിൻ്റെ നാരും എല്ലാം കളയാണ് ചെയ്തത്. അതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ അതിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ കാണാത്തവർ പോയി ആ വീഡിയോ കാണാൻ ഞാനിതാ സജഷൻ ബോക്സിൽ ഇടുന്നുണ്ട് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. സോ ഞാൻ അതുപോലെ ഇതിൻ്റെ ഫുൾ നാരും കളഞ്ഞത് ഇതുപോലെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ഈ ചിരട്ട മൂന്നും പെയിൻറ്റ് ചെയ്യണം. മൂന്നിനും ഡിഫറെൻറ്റ് കളേഴ്സാണ് കൊടുക്കണം. അപ്പോൾ നമുക്ക് നേരെ പെയിൻറ്റ് ചെയ്യാൻ പോകും. പറഞ്ഞു നമുക്ക് 3 ചിരട്ടയാണ് വേണ്ടതെന്ന്. അപ്പോൾ താഴത്തെ ലെയറിന് ഞാൻ ബ്ലൂ കളറാണ് കൊടുക്കുന്നത്. അത് ഡോളിൻ്റെ സ്കേർട്ടിനെയാണ് കാണിക്കുന്നത്. രണ്ടാമത്തേത് നമ്മൾ ഗ്രീനാണ് കൊടുക്കുന്നത്. ഗ്രീൻ ഞാൻ ഡോളിൻ്റെ ടോപ്പിനാണ് കൊടുക്കുന്നത്. അതേപോലെ സ്കിൻ കളറും ബ്ലാക്കും ഞാൻ മൂന്നാമത്തെ ചിരട്ടയിൽ ഡോളിൻ്റെ ഫേസ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്കേർട്ടിനും ടോപ്പിനും കൊടുക്കുമ്പോൾ ഫുള്ളായിട്ട് ബ്ലൂ കളർ ഒരു ചിരട്ടയ്ക്ക് ഫുൾ കൊടുക്കുക. അതേപോലെ ഫുള്ളായിട്ട് ഗ്രീൻ കളർ നെക്സ്റ്റ് ചിരട്ടയ്ക്കും കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ ചിരട്ടയിൽ ബ്ലൂ കളർ നമ്മൾ എല്ലായിടത്തും കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ചിരട്ടയിൽ ഗ്രീൻ കളർ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഗ്രീൻ കളറും കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ഫേസാണ് കൊടുക്കേണ്ടത്. ഫേസ് ചെയ്യുമ്പോൾ ചിരട്ടയുടെ ഇതുപോലെ ഒരു വര നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ ആ ഒരു ഫ്രണ്ട് പോർഷനിൽ നമ്മൾ സ്കിൻ കളറും ബാക്ക് പോർഷനിൽ ബ്ലാക്ക് കളറും കൊടുക്കും. നമ്മൾ 3 ചിരട്ടയ്ക്കും കളർ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്കിത് കുറച്ച് നേരം ഉണക്കാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് പാവയുടെ കൈ വരയ്ക്കാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വരച്ചു. എനിക്ക് കഴിയാവുന്ന രീതിയിൽ ഒരു കുഞ്ഞ് കട്ടി കുറഞ്ഞ കാർഡ്ബോർഡ് ഷീറ്റിൽ ഇതുപോലെ കൈ വരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൈ വരച്ചെടുക്കാം. അതിനുശേഷം നമുക്കതിന് പെയിൻറ്റ് ചെയ്യാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു കാർഡ്ബോർഡ് ഷീറ്റ് വേണം, കട്ടി കുറഞ്ഞത്. നമുക്ക് കഴുത്തുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് നമ്മളത് കോൺ ഷേപ്പിൽ റോൾ ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ആ ഒരു ഷീറ്റിന് സ്കിൻ കളർ പെയിൻറ്റ് കൊടുക്കാം. ഞാനിവിടെ കോൺ ഷേപ്പ് വരുന്ന പോർഷൻ മാത്രം പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഡ്രൈ ആക്കാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ കണ്ണ് വരച്ചെടുക്കാം. പാവയുടെ കണ്ണ് വരച്ചെടുക്കാം. അപ്പോൾ ഇവിടെ കണ്ണും 2 റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പാവയുടെ മുടിയാണ്. സോ അതിന് വേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് വൂളൻ ത്രെഡാണ്. അപ്പോൾ വൂളൻ ത്രെഡിൻ്റെ ലെങ്ത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പാവയുടെ മുടി പിന്നിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ എടുക്കേണ്ട ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഒരു A4 ഷീറ്റിൻ്റെ ലെങ്ത്തിൽ 3ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിന് ഒന്നും കൂടി ഫോൾഡ് ചെയ്യുക. അപ്പോൾ ആ ലെങ്ത്തിൽ ഒരു ഇത് കിട്ടി. അതേപോലെ നമ്മൾ 3 എണ്ണം ഒരു സൈഡിലേക്ക് വേണം. നമുക്ക് ഒരു സൈഡിൽ പാവയുടെ മുടി നമുക്ക് പിന്നിടാം. അതിനുവേണ്ടി ഒരെണ്ണം നമ്മൾ എടുത്തു. അതിൻ്റെ മുകളിൽ ക്രോസായിട്ട് ഇതുപോലെ വെച്ചു. അതിനുശേഷം ഇതുപോലെ ഒരു ലോക്ക് ഫോം ചെയ്യുക. നമുക്ക് ഇതേ രീതിയിൽ ഒരു ലോക്കും കൂടി ഫോം ചെയ്യണം. മൂന്നാമത്തത് വെച്ചിട്ട് അതിനെ ലോക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ 3 ലോക്ക് ഫോം ചെയ്തു.
ഇനി നമുക്കിതിന് നോർമലായിട്ട് പിന്നിടുന്ന പോലെ പ്ലേറ്റ് ചെയ്തെടുക്കാം. പിന്നിട്ട് കഴിഞ്ഞു. ഇനി നമുക്കിതിനെ റിബൺ പോലെ എന്തെങ്കിലും വെച്ച് കെട്ടണം. അപ്പോൾ ഞാൻ വേറൊരു കളർ വൂളൻ ത്രെഡ് യൂസ് ചെയ്ത് നമ്മളിതിന് കെട്ടിട്ട് കൊടുക്കണം. നിങ്ങൾക്ക് റബ്ബർ ബാൻഡോ അങ്ങനെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. കെട്ടി കഴിയുമ്പോൾ ബാക്കി ഇതുപോലെ കുറേ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ഷേപ്പിൽ കറക്റ്റായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. സോഡാ ഒരു സൈഡിലെ ഹെയർ നമുക്ക് റെഡിയായി. ഇതേ രീതിയിൽ രണ്ടാമത്തതും ചെയ്യാം. ഉണക്കാൻ വെച്ചതാ ചിരട്ടകളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച കണ്ണും മുടിയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം മുടി പിടിപ്പിക്കുന്നതിന് മുമ്പ് നമുക്കിതിന് പിരികവും മൂക്കും ചുണ്ടൊക്കെ വരച്ചു കൊടുക്കാം. മാർക്കർ വെച്ച് വരയ്ക്കാൻ നോക്കിയപ്പോൾ നടന്നില്ല. അപ്പം ഞാൻ പേന പോസ്റ്റർ കളറിൽ, അതായത് നമ്മൾ ചിരട്ടയ്ക്ക് അടിച്ച അതേ പെയിൻറ്റിൽ പോസ്റ്റർ കളേഴ്സിൽ മുക്കിയിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് തിന്നായിട്ട് കിട്ടുന്നുമുണ്ട്, നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഈ സെയിം രീതി ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാ നമ്മുടെ ഡോളിൻ്റെ ഫേസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഹെയർ പിടിപ്പിക്കണം. അത് നിങ്ങൾക്ക് ഹോട്ട് ഗ്ലൂ അല്ലെങ്കിൽ ഗ്ലൂ ഗൺ യൂസ് ചെയ്യാവുന്നതാണ്. ഹെയർ പിടിപ്പിക്കുന്നത് ഈ വീഡിയോ കാണുന്ന പോലെ അകത്തേക്കാണത് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. നെക്കിന് വേണ്ടിയിട്ട് നേരത്തെ ഡ്രൈ ആക്കാൻ വെച്ച പീസിനെ കോൺ ഷേപ്പിൽ റോൾ ചെയ്ത് സ്റ്റിക്ക് ചെയ്തെടുക്കാം. സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന പോർഷൻ നമുക്ക് കറക്റ്റ് ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് സ്റ്റാൻഡായിട്ട് നിർത്താൻ പറ്റുന്ന രീതിയിൽ കട്ട് ചെയ്ത് എടുക്കാം. നമുക്ക് ഈ കോണിനെ ഗ്രീൻ കളർ ചിരട്ടയുടെ മുകളിലേക്ക് ഗ്ലൂ ഗണ്ണോ ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യാം. നമുക്ക് പാവയുടെ സ്കേർട്ടും ടോപ്പും തമ്മിൽ ജോയിൻ ചെയ്യാം. ഇതുപോലെ അറ്റത്ത് മാത്രം ഗം തേച്ച് കൊടുക്കുക. അപ്പോൾ അത് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് നമ്മുടെ പാവയുടെ തല അതിന് പിടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ കോണിൻ്റെ ടോപ്പിൽ കുറച്ച് ഗ്ലൂ ഗൺ ആക്കിയതിന് ശേഷം കറക്റ്റ് സെൻറ്ററിൽ അതിൻ്റെ തല പിടിപ്പിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം, എന്നാലേ ഇരിക്കുള്ളൂ. നമുക്ക് ഇതിൻ്റെ കൈ നമുക്ക് ഈ ഡ്രസ്സിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹെഡ് ഷേക്കിങ് പാവക്കുട്ടിയുടെ റെഡി ആയിട്ടുണ്ട്. കാറ്റക്കടിച്ച ഇങ്ങനെ തല ആട്ടിക്കൊണ്ടിരിക്കുന്ന പാവക്കുട്ടിയാണ്. ചിരട്ട വെച്ചുണ്ടാക്കാൻ പറ്റുന്ന കുറേ ഐറ്റംസിൽ ഒരൈറ്റം മാത്രമാണിത്. ഒത്തിരി നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള കുറേ ഐറ്റംസ് നമുക്ക് ചിരട്ട വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഒത്തിരി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഈ കോക്കനട്ട് ഷെല്ല് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ചിരട്ട വെച്ചിട്ടുള്ള ഈ ആർട്ടും സംഭവങ്ങളൊക്കെ എനിക്ക് കാണിച്ചു തന്നെ എൻ്റെ അനിയത്തിയാണ്. ആളുണ്ടാക്കുന്ന കുറച്ച് ഐറ്റംസാണ് ഇതെല്ലാം. ഈ ആംഗ്രി ബേർഡ് 2 ചിരട്ട സ്റ്റിക്ക് ചെയ്ത് പെയിൻറ്റ് ചെയ്തേക്കുന്നതാണ്. അതുപോലെ തന്നെ ബണ്ണി, പിന്നെ പാണ്ട, അതും 2 ചിരട്ട വെച്ചിട്ട് ചെയ്തേക്കുന്നതാണ്. പിന്നെ ഒരു കാർഡ്ബോർഡ് യൂസ് ചെയ്തിട്ട് പിന്നെ ചെയ്തേക്കുന്നത് കിറ്റണാണ്. അതും 2 ചിരട്ട വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിതിൽ ഏതെങ്കിലും ഐറ്റം വീഡിയോ ആയിട്ട് ട്യൂട്ടോറിയൽ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളത് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.